wanna sleep in, cause I got something to prove. I gotta take what I hate and finally make a move. I think of you and all the ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ ഓണാശംസകൾ. ഓണത്തിന് മുമ്പ് നമുക്കൊരു നോൺ വെജ് കൂടി വെക്കാം. അതിനായിട്ട് ഞാനൊരു മീൻ കട്ട്ലേറ്റാണ് ഇന്നുണ്ടാക്കുന്നത്. അതിന് 3 സവോള ആവശ്യമാണ്. സവോള ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെക്കുന്നു. അത് ആദ്യം അരിഞ്ഞ് വെക്കുക. പിന്നെ 2 പച്ചമുളകുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്, അതും പൊടി പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞ് വെക്കുന്നു. എരിവ് കൂടുതലുള്ള മുളകാണെങ്കിൽ 1 എടുത്താൽ മതി. എരിവില്ലാത്ത മുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. ഇത് പൊടി പൊടിയായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ മുളകും ഇഞ്ചിയും കൂടെ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അത് സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നതിൻ്റെ കൂടെ എടുത്ത് വെക്കുക. അതിന് ശേഷം മല്ലിയില, ഞാൻ മല്ലിയില മുമ്പേ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. ആ മല്ലിയിലയാണിത്. അത് ഞാൻ പിന്നീട് അതിൻ്റെ ചെടിയൊക്കെ കാണിച്ചു തരാം മറ്റൊരു വീഡിയോയിൽ. അപ്പോൾ അതും പൊടിയായിട്ട് ഒന്ന് അരിഞ്ഞ് വെക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൊണ്ടാണ്. അത് കൈ കൊണ്ട് തന്നെ പിച്ചി കീറി ഇട്ടാൽ മതി, അരിയൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് ഞെരടി പിച്ചി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി മല്ലിയിലയുടെ കൂടെ തന്നെ. അതും ഈ കൂട്ടിൻ്റെ കൂടെ എടുത്ത് വെക്കുകയാണ്. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ പ്രധാന ഐറ്റം മീൻ, അതായത് ഏത് ദശയുള്ള മീനും നല്ലതാണ് കേട്ടോ. ഇത് ഞാനിപ്പം കേരമീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അങ്ങനെ കുറേശ്ശെ വീതം. അതായത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയാണ് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മീൻ വേവിക്കുക. മുള്ളില്ലാതെയുള്ള മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കേരയുടെ പീസാണ്. ഇനിയിപ്പോൾ അയില കിട്ടിയാൽ അതും അങ്ങനെ ഇട്ട് വേവിച്ചിട്ട് നമ്മൾ മുള്ള് കളഞ്ഞെടുത്താലും മതിയാകും കേട്ടോ. ദശക്കട്ടിയുള്ള മീൻ വേണം, മത്തിയൊന്നും കൊണ്ട് ചെയ്യല്ലേ. പിന്നെ 4 ഉരുളക്കിഴങ്ങ് എടുത്ത് അത് പുഴുങ്ങി ഉടയ്ക്കുകയാണ്. അത് ഉടച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക. എടുത്തിട്ട് നമ്മൾ സവോളയും ഇഞ്ചിയും എല്ലാം കൂടി അരിഞ്ഞ് വെച്ചിരുന്നില്ല, ആ കൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് വെക്കുവാണ്. അതിന് ശേഷം മീനൊന്ന് പൊടിച്ചുകൊണ്ട് വരാം, മീൻ വെന്ത്. അപ്പോൾ നമ്മുടെ കുരുമുളകും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആ മീൻ നന്നായിട്ടൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് പൊടിച്ചെടുത്തു. നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്ത് അതാണിത്. അതും ഈ മിക്സിൻ്റെ കൂടെ, അതായത് ഉരുളക്കിഴങ്ങും സവോളയും ഇഞ്ചിയും മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം കൂടി ചേർത്ത് ആ മിക്സിനകത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് ഏത് ആകൃതി വേണേലും ഉണ്ടാക്കാം കേട്ടോ. നല്ല രീതിയിൽ ഉണ്ടാക്കാം. ഞാൻ ഇതിനെ ബ്രെഡ് പൊടിയോ അല്ലെങ്കിൽ റസ്ക് പൊടിയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെയാണ് എടുത്ത് എല്ലാം ഒന്ന് പരത്തി വെക്കും. ഞാൻ ചേർക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാം ഒന്ന് പല ഷേപ്പിലും ആകൃതിയിലും ഒക്കെ ഞാൻ ഉണ്ടാക്കുന്നത്. ഒന്ന് ഉരുട്ടിയൊന്നും ഉണ്ടാക്കും. അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെയാണ് ഞാൻ ഇതൊക്കെ തയ്യാറാക്കുന്നത്. അല്ലാതെ എല്ലാം ഒരേ വലുപ്പത്തിലും ഒരേ അളവിലും ഒന്നുമല്ല ഉണ്ടാക്കുന്നത്. പക്ഷേ സാധനം കൊള്ളാം, സൂപ്പറാണ്. 3 മുട്ടയാണ് ഞാൻ അതിനായിട്ട് എടുത്ത് വെച്ചേക്കുന്നത്. ആ 3 മുട്ടയും നമ്മൾ പൊട്ടിച്ചൊഴിച്ച് അതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു നുള്ള ഉപ്പ് മതി കേട്ടോ. നമ്മൾ ഇതിന് വേവിച്ചതിനകത്തൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് നോക്കി വേണം. പിന്നെ ഒരു ലേശം കുരുമുളക് പൊടി, ഒരു മുട്ടയ്ക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് അടിച്ച് മാറ്റി വെക്കുന്നു. നമ്മൾ എല്ലാം പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ മുട്ട അടിച്ച് വെച്ചേക്കുന്നതിനകത്തേക്ക്, ആ മുട്ടയുടെ മിക്സിനകത്തേക്ക് ഇത് നന്നായിട്ട് മുക്കി കൊടുക്കുക, അല്ല ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ആ മുട്ടയൊക്കെ ഇങ്ങനെ അതിനകത്തോട്ട് ഇങ്ങനെ കിടന്ന് എണ്ണയ്ക്കകത്ത് തട്ടിക്കളിക്കുന്ന കണ്ടല്ലോ എല്ലാവരും. ഇതാണ് അത്. അല്ലാതെ ബ്രെഡ് പൊടിയൊക്കെ മുക്കി വേറൊരു സ്റ്റൈലിലൊന്നും അല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റേതായ സ്റ്റൈല്, എളുപ്പമാർഗ്ഗം ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അതിഥികളൊക്കെ വരുമ്പോൾ ഇതൊരു പ്രത്യേകതരം റെസിപ്പിയായിട്ട് കൊടുക്കാൻ പറ്റും. എപ്പോഴും ഈ ബ്രെഡും റസ്ക് പൊടിയൊക്കെ മുക്കി പൊടിക്കുമ്പം ഇങ്ങനൊന്ന് ചെയ്ത് നോക്കിക്കേ. ഇതൊരു വെറൈറ്റിയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓണം എത്തുന്നതിന് മുമ്പ് നോൺ വെജൊക്കെ വെച്ച് മാറ്റുവാണ്. ഇനിയിപ്പം നമ്മൾ വെജ് ഐറ്റങ്ങളിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നോൺ വെജൊക്കെ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് ഇന്ന് 4 മണിക്ക് നമുക്കിത്
കുട്ടികൾക്ക് കൊടുക്കാമെന്നോർത്താണ്, ചായയുടെ കൂടെ കൊടുക്കാമെന്നോർത്ത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ കൂടി അതൊന്ന് കാണിച്ചു തരാം എന്ന് കരുതി. നമ്മൾ ഇഷ്ടം പോലെ കഴിക്കും. ഇത് നല്ല ടേസ്റ്റാണ്. മീൻ ഏത് മീനാണേലും കുഴപ്പമില്ല, ദശക്കട്ടിയുള്ള മീനായിരിക്കണം, മുള്ള് കളഞ്ഞ് എടുക്കുകയും ചെയ്യണം. അതേ ഉള്ളൂ വ്യത്യാസം. പിന്നെ വളരെ ടേസ്റ്റായിട്ടുള്ളൊരു മീൻ കട്ട്ലേറ്റ് ആണ് ഞാൻ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് സോസ് കൂട്ടിയോ അല്ലാതെയോ ഒക്കെ കഴിക്കാൻ കേട്ടോ, നല്ലതാണ്. അങ്ങനെ എണ്ണയൊക്കെ വറ്റിയതിന് ശേഷം മാത്രമേ പിള്ളേർക്ക് കൊടുക്കാവുള്ളൂ. എണ്ണയോടുകൂടി എടുത്ത് കൊടുക്കരുത്. അതിൽ എണ്ണയൊക്കെ ഒന്ന് മാറട്ടെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ 4 മണിക്ക് മീൻ കട്ട്ലേറ്റാണ് കഴിക്കുന്നത്. അത് നിങ്ങളെയും കൂടി കാണിച്ചു തരുന്നു. എൻ്റെ കട്ട്ലേറ്റ് സൂപ്പറാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കണം. ടാറ്റാ, ബൈ ബൈ, സി യു, താങ്ക് യു ഫോർ വാച്ചിങ്.